ഹായ്, ഞങ്ങളുടെ ഒരു ലിസ്ണർ, ഒരുപക്ഷേ നിങ്ങൾ തന്നെയാവാം അത്, ഡെഡ് പോയറ്റ് സൊസൈറ്റി സിനിമയിലെ ഒരു ക്ലിപ്പ് ഞങ്ങൾക്ക് അയച്ചു തന്നിരുന്നു. റോബിൻ വില്യംസിന്റെ ആ ഇംഗ്ലീഷ് ടീച്ചർ മിസ്റ്റർ കീറ്റിംഗ് സ്റ്റുഡൻസിനെ കൊണ്ട് ടെക്സ്റ്റ് ബുക്കിലെ പേജ് വലിച്ചു കീറിക്കുന്ന ആ സീൻ ഓർമ്മയില്ലേ? ഓ, ആ സീൻ. അത് ഒന്നുകൂടി ആഴത്തിൽ ചർച്ച ചെയ്യാമോ എന്നായിരുന്നു ചോദ്യം. ഓ, അത് സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കിടെ പൊങ്ങിവരുന്ന ഒരു ക്ലാസിക് ആണല്ലോ. ഓ ക്യാപ്റ്റൻ, മൈ ക്യാപ്റ്റൻ പോലെ തന്നെ. ഭയങ്കര ഫേമസ് ആണ് ഈ റിപ്പീറ്റ് ഔട്ട് മൊമെന്റം. അതെ അതെ, ശരിയാണ്. വെറുതെ കണ്ടു ചിരിക്കുകയോ അത്ഭുതപ്പെടുകയോ ചെയ്യുന്നതിനപ്പുറം എന്താണതിൽ ശരിക്കും സംഭവിച്ചത്? ഒരു സാധാരണ ടീച്ചർ ഒരിക്കലും ചെയ്യാത്ത കാര്യമല്ലേ അത്? അതെ, ഭയങ്കര അസാധാരണമായ ഒരു രീതി. അതുകൊണ്ട് നിങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് നമുക്ക് ആ രംഗത്തിലേക്കൊന്ന് ഊളിയിട്ട് നോക്കാം. എന്താണ് അവിടെ നടന്നത്, എന്തുകൊണ്ടത് ഇത്ര പ്രധാനപ്പെട്ടതാകുന്നു, പിന്നെ ഇന്നത്തെ നമ്മുടെ കോളേജ് ലൈഫുമായിട്ട് ഇതിനെ എങ്ങനെ കണക്ട് ചെയ്യാമെന്നൊക്കെ നോക്കാം. നിങ്ങൾക്കും ചിലപ്പോൾ ഇതിൽ പുതിയ ചില കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റിയേക്കും. നല്ല ഐഡിയ. വെറുതെ ഒരു സിനിമാ ചർച്ച എന്നതിലുപരി അതിലെ ആശയങ്ങൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എങ്ങനെ പ്രസക്തമാകുന്നു എന്ന് നോക്കുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതെ, തുടങ്ങാമല്ലേ? എന്താണ് ആ സീനിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്? ശരി. അപ്പോ സിനിമ നടക്കുന്നത് വെൽട്ടൺ അക്കാഡമി എന്ന ഒരു പാരമ്പര്യത്തിനും ചിട്ടവട്ടങ്ങൾക്കും ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന വളരെ പ്രശസ്തമായ ഒരു ബോയ്സ് പ്രെപ്പ് സ്കൂളിലാണ്. ആഹാ, പ്രെപ്പ് സ്കൂൾ. അവിടെ പുതിയ ഇംഗ്ലീഷ് ടീച്ചറായിട്ട് വരുന്ന ആളാണ് മിസ്റ്റർ ജോൺ കീറ്റിംഗ്. പുള്ളി പണ്ട് ഇതേ സ്കൂളിലെ സ്റ്റുഡന്റ് ആയിരുന്നു. ഓഹോ. പഠിപ്പിക്കാൻ പുള്ളി ഉപയോഗിക്കുന്നത് കുറച്ച് എന്താ പറയാ, വ്യത്യസ്തമായ സാധാരണ രീതികളിൽ നിന്നും മാറിയുള്ള ടെക്നിക്കുകളാണ്. ആഹാ, അപ്പം തുടക്കത്തിലെ ഒരു സിസ്റ്റത്തിനെതിരെ നിൽക്കുന്ന ഒരാളാണെന്ന് പറയാം അല്ലേ? ആ സ്കൂളിലെ മറ്റ് ടീച്ചർമാരും മാനേജ്മെന്റുമൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ടൈപ്പ് ആയിരിക്കുമല്ലോ. പോ അതെ, ഭയങ്കര സ്ട്രിക്റ്റ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന റിപ്പീറ്റ് ഔട്ട് രംഗം വരുന്നത്. ക്ലാസ്സിൽ കവിത പഠിപ്പിക്കാൻ തുടങ്ങുകയാണ് കീറ്റിംഗ്. കവിത? ഹോ, എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ കോളേജിലെ മലയാളം ക്ലാസ്സാണ്. ഉറക്കം തൂങ്ങിയിരുന്നത് മാത്രം നല്ല ഓർമ്മയുണ്ട്. എങ്ങനെയാ കീറ്റിംഗ് കവിതയെ അപ്രോച്ച് ചെയ്തത്? തുടക്കം തന്നെ ശരിക്കും പറഞ്ഞ ഒരു ബോറടിപ്പിക്കുന്ന രീതിയിലാണ്. നീൽ പെറി എന്നൊരു സ്റ്റുഡന്റ് അവരുടെ കവിതാ പാഠപുസ്തകമായ അണ്ടർസ്റ്റാൻഡിംഗ് പോയട്രിയുടെ ആമുഖം വായിക്കുകയാണ്. അണ്ടർസ്റ്റാൻഡിംഗ് പോയട്രി പുസ്തകം എഴുതിയത് ഡോക്ടർ ജെ ഇവാൻസ് പ്രിച്ചാർഡ്, PhD എന്നൊരു ഭയങ്കര പണ്ഡിതനാണ്. ഹോ, PhD ഒക്കെ ടൈറ്റിലുണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. ആ പേര് കേൾക്കുമ്പോഴേ എനിക്കെന്തോ ഒരുമാതിരി ഭയങ്കര ഹെവി ഫീൽ ചെയ്യുന്നു. എന്താണ് ആ PhD കാരന്റെ കണ്ടുപിടുത്തം? കവിത മനസ്സിലാക്കാൻ വല്ല ഫോർമുല വല്ലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ പുള്ളി? ഏകദേശം അതുതന്നെ. സീരിയസ്ലി, പ്രിച്ചാർഡ് പറയുന്നത് ഒരു കവിതയുടെ മഹത്വം, അതായത് ഗ്രേറ്റ്നെസ്, നമുക്ക് ശാസ്ത്രീയമായിട്ട് അളക്കാൻ പറ്റുമെന്നാണ്. അതിനായി പുള്ളി ഒരു ഗ്രാഫ് അവതരിപ്പിക്കുന്നു. ഗ്രാഫിന്റെ ഒരു ആക്സിസില്, ഹൊറിസോണ്ടൽ ആക്സിസില് കവിതയുടെ പെർഫെക്ഷൻ അഥവാ അതിന്റെ രൂപപരമായ പൂർണ്ണത, അതിന്റെ മീറ്റർ, റൈം, അലങ്കാരം ഇതൊക്കെ വെച്ചൊരു സ്കോർ കൊടുക്കാം. മറ്റേ ആക്സിസില്, വെർട്ടിക്കൽ ആക്സിസില് ആ കവിതയുടെ ആശയത്തിന്റെ ഇമ്പോർട്ടൻസ് അഥവാ പ്രാധാന്യം അളക്കാം. എന്റെ പോന്നോ, കവിതയ്ക്ക് ഗ്രാഫോ? ഇതെന്താ സ്റ്റാറ്റിസ്റ്റിക്സ് ക്ലാസ്സോ അതോ വല്ല ഷെയർ മാർക്കറ്റ് അനാലിസിസോ? കവിതയുടെ ഉയർച്ച താഴ്ചകൾ ഗ്രാഫിൽ അടയാളപ്പെടുത്താമെന്നാണോ? ഓ, ഷേക്സ്പിയറിന്റെ ഈ സോണറ്റിന് പെർഫെക്ഷനിലൊരു 9 പോയിന്റ് കിട്ടും. പക്ഷെ പ്രാധാന്യം കുറവായതുകൊണ്ട് 6 പോയിന്റേ ഉള്ളൂ. അതിനാൽ ഇതിന്റെ ഗ്രാഫ് ഏരിയ 54 സ്ക്വയർ യൂണിറ്റ്സ് ഓഫ് ഗ്രേറ്റ്നെസ് എന്നൊക്കെ പറയാൻ പറ്റുമോ? അയ്യോ, ചിന്തിക്കാൻ പോലും വയ്യ. നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാം പേപ്പർ വാല്യുവേഷൻ ചിലപ്പോൾ ഇതിലും ഭേദമാണെന്ന് തോന്നുന്നു. ശരിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് പുള്ളി പറയുന്നത്. ഈ ഗ്രാഫിൽ കിട്ടുന്ന ഏരിയ വെച്ച് കവിതയുടെ മഹത്വം അളക്കാൻ പോലും. കഷ്ടം. ഈ വിവരണം കേട്ടതും കീറ്റിംഗിന് പുള്ളിക്ക് ദേഷ്യം വന്നു. നേരെ ബോർഡില് ഈ ഗ്രാഫ് വരച്ച് അതിനടിയില് എക്സ്ക്രിമെന്റ് എന്ന്, അതായത് മാലിന്യം എന്ന് വലുതാക്കി എഴുതി. എന്നിത് പറഞ്ഞു, ഇതൊക്കെ വെറും മാലിന്യമാണ്. ഡോക്ടർ പ്രിച്ചാർഡിന്റെ ഈ ആമുഖം നിങ്ങളുടെ പുസ്തകങ്ങളിൽ നിന്ന് ഇപ്പോൾ തന്നെ വലിച്ചു കീറിക്കളയുക. വാട്ട്? ടീച്ചർ തന്നെ പുസ്തകം കീറാൻ പറയുന്നോ? അതെ. അതും അത്രയും സ്ട്രിക്റ്റായ ഒരു സ്കൂളിൽ പിള്ളേരുടെ കിളി പോയി കാണുമല്ലോ. പോയി. ഞാനായിരുന്നെങ്കിൽ ആദ്യം കരുതും സാറിന് വട്ടായെന്ന്, അല്ലെങ്കിൽ അത് വല്ല പ്രാങ്കുവാണെന്ന് വിചാരിക്കും.
നമ്മുടെ കോളേജില് അസൈൻമെന്റ് വെക്കാൻ ഫയൽ പേപ്പർ കീറിയാൽ ചീത്ത വിളിക്കുന്ന ടീച്ചർമാരുണ്ട്. അപ്പോഴാണ് ഇൻട്രൊഡക്ഷൻ മൊത്തത്തിൽ കീറിക്കളയാൻ പറയുന്നത്. അതെ, ആ അവസ്ഥയായിരുന്നു ക്ലാസ്സിലും. കുട്ടികളെല്ലാം ഒരുമാതിരി അന്താളിച്ചു നിന്നു, ആരും അനങ്ങുന്നില്ല. അപ്പോൾ കീറ്റിംഗ് വീണ്ടും പറഞ്ഞു, കീറിക്കളയൂ എല്ലാവരും, റിപ്പ് ഇറ്റ് ഔട്ട്, ഇത് വെറും മാലിന്യമാണ്. എന്നിട്ടൊരു സ്റ്റുഡന്റിനോട് ചോദിക്കുന്നുണ്ട്, മിസ്റ്റർ ഹോപ്കിൻസ്, നിങ്ങൾ എന്താ നോക്കി നിൽക്കുന്നത്? ഇത് ബൈബിളൊന്നുമല്ല, കീറിക്കളയ്. ഹോ, പുള്ളി സീരിയസ് ആയിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്ര ദേഷ്യം? ഒരു ഇൻട്രൊഡക്ഷൻ അല്ലേ അത്? വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് പഠിപ്പിച്ചാ പോരായിരുന്നോ? വെറുതെ കീറി. അവിടെയാണ് കീറ്റിംഗിന്റെ പോയിന്റ്. പുള്ളി പറയുന്നത് ഇങ്ങനെയാണ്: വി ആം നോട്ട് ലേയിങ് പൈപ്സ്, വി ആർ ടോക്കിംഗ് അബൌട്ട് പോയട്രി. നമ്മള് പ്ലംബിംഗ് പണിയെടുക്കുകയല്ല, നമ്മൾ കവിതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് കവിത എന്നത് വെറും നിയമങ്ങളും ഫോർമുലകളും ഉപയോഗിച്ച് അളക്കേണ്ട ഒരു യാന്ത്രികമായ കാര്യമല്ല. ശരിയാണ്. അത് മനുഷ്യന്റെ വികാരങ്ങളുമായും ഭാവനയുമായും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കലയാണ്. ആ ഡയലോഗ് കൊള്ളാം, വി ആർ നോട്ട് ലേയിങ് പൈപ്സ്. അതൊരു ശരിക്കും ഒരു ശക്തമായ പ്രസ്താവനയാണ്. അതെ. പൈപ്പിടുന്നതിന് കൃത്യമായ അളവുകളും നിയമങ്ങളുമുണ്ട്. അതിൽ തെറ്റുപറ്റിയാൽ ലീക്ക് വരും, പണിവാളും. പക്ഷെ കവിത അങ്ങനെയല്ല. അതിന് നിയമങ്ങൾ ഒരു ഘടന നൽകിയേക്കാം, പക്ഷേ അതിന്റെ ജീവൻ വരുന്നത് ആ നിയമങ്ങൾക്ക് അതീതമായ ഒന്നിൽ നിന്നാണ്. ഈ പ്രിച്ചാർഡ് കവിതയെ ഒരു പൈപ്പ്ലൈൻ പ്രോജക്റ്റ് പോലെ ആക്കാൻ ശ്രമിച്ചു, അല്ലേ? അതെ. ആ ഒരു യാന്ത്രികമായ, ഒരു വരണ്ട സമീപനത്തെയാണ് കീറ്റിംഗ് ചോദ്യം ചെയ്യുന്നത്. വെറുതെ ഈ ഭാഗം ശ്രദ്ധിക്കണ്ട എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ ഇമ്പാക്റ്റ് ഉണ്ട് ആ പേജ് കീറിക്കളയാൻ പറയുമ്പോ. അതൊരു പ്രതിഷേധമാണ്, ആ ചിന്താഗതിയോടുള്ള ഒരു ഫിസിക്കൽ റിബെല്യൻ. ശരിയാണ്. അതൊരു സിംബോളിക് പ്രവൃത്തിയാണ്, ഭയങ്കര സിംബോളിക്. ആ അക്കാഡമിക് അഹങ്കാരത്തെ, ആധികാരികതയെ ചോദ്യം ചെയ്യുകയാണ്. അതെ. പുസ്തകത്തിൽ അച്ചടിച്ചു വന്നതെല്ലാം വേദവാക്യമല്ല എന്നൊരു സന്ദേശം കൂടി ഉണ്ടതില്, അല്ലേ? തീർച്ചയായും. ആ പേജ് കീറുമ്പോൾ ഒരുപക്ഷെ അവർ കീറിക്കളയുന്നത് ആ അന്ധമായ അനുസരണശീലത്തെ കൂടിയാണ്. എക്സാക്ട്ലി, അത് തന്നെ. എന്നിട്ട് കീറ്റിംഗ് വിശദീകരിക്കുന്നുണ്ട് എന്തിനാണ് നമ്മൾ കവിത വായിക്കുകയും എഴുതുകയും ചെയ്യുന്നതെന്ന്. എന്തിനാണ്? മാർക്ക് വാങ്ങാൻ, അല്ലെങ്കിൽ പിന്നെന്തിനാ? അല്ലെങ്കിൽ കോളേജ് മാഗസിനിൽ പേര് വരാൻ, അതും അല്ലെങ്കിൽ വല്ല പെൺകുട്ടിയെയും ഇംപ്രസ് ചെയ്യാൻ. കീറ്റിംഗ് പറയുന്നത് ശ്രദ്ധിക്ക്. We don't read and write poetry because it's cute. We read and write poetry because we are members of the human race. And the human race is filled with passion. നമ്മൾ കവിത വായിക്കുന്നതും എഴുതുന്നതും അതൊരു ക്യൂട്ട് പരിപാടി ആയതുകൊണ്ടല്ല, നമ്മൾ മനുഷ്യരായതുകൊണ്ടാണ്. മനുഷ്യവംശം പാഷൻ കൊണ്ട് നിറഞ്ഞതാണ്. പാഷനോ? ഈ വാക്ക് കേൾക്കുമ്പോഴെനിക്ക് ചിരി വരുന്നു. എന്തേ? നമ്മുടെ എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പിലോ അല്ലെങ്കിൽ മെക്കാനിക്കൽ ലാബിലോ ചെന്ന് എനിക്ക് ഈ ലേത്ത് മെഷീനോട് ഭയങ്കര പാഷനാണ് സാറേ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇൻസ്ട്രക്ടർ ഒരു ലുക്ക് തരും. ശരിയാണ്. അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി സർജറിയോടുള്ള എന്റെ പാഷൻ എന്ന് പറഞ്ഞു തുടങ്ങിയാൽ സീനിയർ ഡോക്ടർ പറയും, മോൻ ആ പാഷൻ പുറത്തു വച്ചിട്ട് സ്കാൽപ്പൽ എടുത്താൽ മതിയെന്ന്. എവിടെയാണ് ഈ പാഷനൊക്കെ കൊണ്ടു നടക്കാൻ പറ്റുന്നത്? അതാണ് കീറ്റിംഗും സമ്മതിക്കുന്നത്. അതിനുശേഷം പറയുന്നുണ്ട്, മെഡിസിൻ, ലോ, ബിസിനസ്, എഞ്ചിനീയറിംഗ്, ദീസ് ആർ നോബിൾ പെർസ്യൂട്ട്സ് ആൻഡ് നെസസറി ടു സസ്റ്റെയിൻ ലൈഫ്. ബട്ട് പോയട്രി, ബ്യൂട്ടി, റൊമാൻസ്, ലവ്, ദീസ് ആർ വാട്ട് വി സ്റ്റേ അലൈവ് ഫോർ. അതായത് ഡോക്ടർ, വക്കീൽ, ബിസിനസ്സുകാരൻ, എഞ്ചിനീയറൊക്കെ ആവുന്നത് നല്ലതാണ്. അതൊക്കെ ജീവൻ നിലനിർത്താൻ, സസ്റ്റെയിൻ ലൈഫ് ചെയ്യാൻ ആവശ്യമുള്ള തൊഴിലുകളാണ്. പക്ഷേ കവിത, സൗന്ദര്യം, പ്രണയം, സ്നേഹം, ഇതൊക്കെയാണ് നമ്മൾ എന്തിനു വേണ്ടി ജീവിക്കുന്നു, സ്റ്റേ അലൈവ് ഫോർ എന്നതിന് ഉത്തരം നൽകുന്നത്, ജീവിതത്തിനൊരർത്ഥം നൽകുന്നത്. ആ വ്യത്യാസം അത് പ്രധാനപ്പെട്ടതാണ്. സസ്റ്റെയിൻ ലൈഫ് വേഴ്സസ് സ്റ്റേ അലൈവ് ഫോർ. കൊള്ളാം. അതായത് വെറും ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നതിനപ്പുറം മനുഷ്യന് ജീവിക്കാൻ ചില ആന്തരികമായ ആവശ്യങ്ങൾ കൂടിയുണ്ട്. ആത്മാവിന്റെ ഭക്ഷണം എന്നൊക്കെ പറയില്ലേ, അതുപോലെ. അതെ. പരീക്ഷ പാസ്സാകാൻ വേണ്ടി കെമിസ്ട്രി ഫോർമുല കാണാതെ പഠിക്കുന്ന പോലെയല്ല കവിതയെ സമീപിക്കേണ്ടത്. വാക്കുകളെ, ആശയങ്ങളെ, ഭാവനയെ ശരിക്കും രുചിച്ചറിയണം, സേവർ ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുതന്നെ. അല്ലാണ്ട് അതിനെ വെട്ടിമുറിച്ച് മാർക്കിടുകയല്ല വേണ്ടത്. അതെ, ആസ്വദിക്കണം. അതിലെ സൗന്ദര്യവും അത് നമ്മളിലുണ്ടാക്കുന്ന വികാരങ്ങളും അറിയണം. അതിനാണ് ഈ പാഷൻ എന്ന് പറയുന്നത്. വെറും നിയമങ്ങളുടെയും ഘടനയുടെയും പുറകെ പോയാൽ കവിതയുടെ ഹൃദയം അത് നഷ്ടപ്പെടും. ശരിയാണ്. ഈ ഫിലോസഫിയൊക്കെ കേട്ടിട്ട് പിള്ളേരെന്ത് ചെയ്തു? അവരങ്ങ് പേജ് കീറിയോ?
അതോ സാറിന്റെ ക്ലാസ് കെട്ടിയതടുത്ത പീരീഡിലെ മാത്സ് ടെസ്റ്റിന് പഠിക്കാൻ പോയോ? ആദ്യം ഒരു മടിയുണ്ടായിരുന്നു. കീറാൻ പറഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ പരസ്പരം നോക്കി, ചിലർ ചിരിച്ചു, ചിലർക്ക് പേടി. പേടിയുണ്ടാവുമല്ലോ. ഇതൊക്കെ ചെയ്താൽ പ്രിൻസിപ്പൽ അറിഞ്ഞാൽ എന്തു ചെയ്യും എന്ന് ഭയം. കാരണം വെൽട്ടൺ അക്കാഡമി എന്നാൽ അച്ചടക്കത്തിന്റെ ഒരു അവസാന വാക്കാണ്. ശരിയാണ്. ടീച്ചർ പറഞ്ഞാലും ഒരു റൂൾ ബ്രേക്ക് ചെയ്യാൻ അവർക്ക് ശരിക്കും പേടിയായിരുന്നു. അത് ശരിയാണ്. നമ്മളും അങ്ങനെയൊക്കെ തന്നെയല്ലേ? ക്ലാസ്സിൽ ഒരു സംശയം ചോദിക്കാൻ പോലും പലപ്പോഴും മടിയാണ്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ടീച്ചർക്ക് ഇഷ്ടപ്പെടുമോ എന്നൊക്കെ ചിന്തിക്കും. റൂൾസ് തെറ്റിക്കാൻ പറഞ്ഞാൽ പിന്നെ പറയേം വേണ്ട. അതെ. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ അച്ഛനമ്മമാർ പ്രതീക്ഷിക്കുന്ന ആ നല്ല കുട്ടി ഇമേജ് ഉണ്ടല്ലോ, അത് കളയാൻ ആർക്കും ഒരു ധൈര്യം ഉണ്ടാവില്ല. ഒരു കൺഫ്യൂഷൻ വരും. ടീച്ചർ പറയുന്നത് കേൾക്കണോ, അതോ സ്കൂളിന്റെ നിയമം അനുസരിക്കണോ, അതോ സ്വന്തം മനസാക്ഷി പറയുന്നത് കേൾക്കണോ? ശരിയാണ്. ആ ഒരു ആശയക്കുഴപ്പം അവരുടെ മുഖത്ത് ശരിക്കും കാണാമായിരുന്നു. പക്ഷെ കീറ്റിംഗ് വീണ്ടും പ്രോത്സാഹിപ്പിച്ചു. അവസാനം കുറച്ച് ധൈര്യശാലിയായ ഒരു സ്റ്റുഡന്റ്, ചാർലി ഡോൾട്ടൺ, അവൻ തന്റെ പേജ് കീറി. അത് കണ്ടപ്പോൾ മറ്റുള്ളവർക്കും ഒരു ധൈര്യമായി. പിന്നെ അതൊരു തരംഗം പോലെയായി. എല്ലാവരും ആവേശത്തോടെ ആ ഇൻട്രൊഡക്ഷൻ പേജുകൾ വലിച്ചു കീറി ചവട്ടുകുട്ടയിലേക്ക് എറിഞ്ഞു. ഒരു കൂട്ടക്കീറൽ, അതൊരു കാഴ്ച തന്നെയായിരുന്നിരിക്കും. ആ പേജ് കീറുന്ന ശബ്ദത്തിനൊരു പ്രത്യേക സംഗീതമുണ്ടായിരുന്നിരിക്കും അല്ലേ? അതവരുടെ ഉള്ളിലെ ഒരു തടവറ പൊളിക്കുന്നതിന്റെ ശബ്ദം കൂടിയായിരുന്നു. ഒരു ചെറിയ പേജ് കീറൽ, പക്ഷെ അതൊരു വലിയ മാനസികമായ മാറ്റത്തിന്റെ തുടക്കമാണ്. അതെ. ആ അടിച്ചേൽപ്പിക്കുന്ന യാന്ത്രികമായ ചിന്താരീതിയെ അവർ തിരസ്കരിക്കുകയാണ്. അതോറിറ്റിയെ ചോദ്യം ചെയ്യാൻ പഠിക്കുകയാണ്. അതെ. വെറുമൊരു അനുസരണയുള്ള ആട്ടിൻകൂട്ടമായി മാറാതെ സ്വന്തമായി ചിന്തിക്കാൻ അവർ പഠിച്ചു തുടങ്ങുന്നതിന്റെ ആദ്യ പടിയായിരുന്നു അത്. എന്നിട്ട് ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് ക്ലാസ് അവസാനിക്കാറാവുമ്പോ കീറ്റിംഗ് അമേരിക്കൻ കവിയായ വാൾട്ട് വിറ്റ്മാന്റെ ഓ മീ ഓ ലൈഫ് എന്ന കവിതയിലെ ഒരു ഭാഗം ഉദ്ധരിക്കുന്നുണ്ട്. വിറ്റ്മാൻ ലീവ്സ് ഓഫ് ഗ്രാസ് ഒക്കെ എഴുതിയ ആളല്ലേ? എന്താണ് വരികൾ? ഇതാണ്: ആൻസർ ദാറ്റ് യു ആർ ഹിയർ, ദാറ്റ് ലൈഫ് എക്സിസ്റ്റ് ആൻ ഐഡന്റിറ്റി, that the powerful play goes on and you may contribute a verse. ജീവിതത്തിലെ പ്രതിസന്ധികളെയും അർത്ഥമില്ലായ്മയെയും കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടാണ് വിറ്റ്മാൻ ഇത് പറയുന്നത്. അതിന്റെ അവസാന ഭാഗമാണ് പ്രധാനം. ജീവിതമാകുന്ന ഈ ശക്തമായ നാടകം ഇവിടെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾക്കും അതിലൊരു വരി സംഭാവന ചെയ്യാം. കോൺട്രിബ്യൂട്ട് എ വേഴ്സ്, ഒരു വരി സംഭാവന ചെയ്യുക. അതെന്താ സംഭവം? എല്ലാവരും ഓരോ വരി കവിത എഴുതിക്കൊണ്ട് നടക്കണോ? രാവിലെ ഞാൻ പല്ല് തേച്ചു, അതൊരു വരി എന്നൊക്കെ പറഞ്ഞ് നടക്കാൻ പറ്റുമോ? കോളേജ് മാഗസിനിൽ പേര് വരാൻ ഇത് മതിയോ? അങ്ങനെയല്ല അതിന്റെ അർത്ഥം. ജീവിതമെന്ന നാടകത്തിൽ നിങ്ങളുടെ സ്വന്തം വരി എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത്, ഈ സമൂഹത്തിൽ നിങ്ങളുടേതായ ഒരു പങ്ക് വഹിക്കുക. നിങ്ങളുടേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുക എന്നാണ്. വെറുതെ മറ്റുള്ളവർ പോയ വഴിയെ പോകുക, സമൂഹം പറയുന്നത് പോലെ ജീവിക്കുക, അല്ലെങ്കിൽ മാതാപിതാക്കളുടെയോ അധ്യാപകരുടെയോ സ്വപ്നങ്ങൾ മാത്രം ചുമന്ന് നടക്കുക എന്നതിനപ്പുറം നിങ്ങളുടെ സ്വന്തം ശബ്ദം കണ്ടെത്തുക, നിങ്ങളുടെ സ്വന്തം ഇഷ്ടങ്ങൾക്കും കഴിവുകൾക്കും അനുസരിച്ച് ജീവിക്കുക. അതാണ് ആ വേഴ്സ് അഥവാ വരി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പൊ മനസ്സിലായി. ഫൈൻഡ് യുവർ ഓൺ വോയിസ്, സ്വന്തം വഴി കണ്ടെത്തുക. അതെ. ഇന്നത്തെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞ ഫൈൻഡ് യുവർ മെയിൻ ക്യാരക്ടർ എനർജി. അത് തന്നെ. വെറും സൈഡ് റോളിൽ ഒതുങ്ങാതെ സ്വന്തം ജീവിതത്തിന്റെ ഹീറോ ആവുക. അപ്പോ കീപ്പിങ്ങിന്റെ മൊത്തത്തിലുള്ള ലക്ഷ്യം അതുതന്നെയാണ്. ഈ കുട്ടികളെ വെറും പരീക്ഷാ റാങ്കുകളും ഡിഗ്രികളും ലക്ഷ്യം വെക്കുന്ന റോബോട്ടുകളാക്കാതെ സ്വന്തമായി ചിന്തകളും സ്വപ്നങ്ങളും പാഷനുമുള്ള വ്യക്തികളാക്കി മാറ്റുക. ആ പ്രിച്ചാർഡിന്റെ ഗ്രാഫ് പോലെ അവരെ അളക്കാൻ ശ്രമിക്കുന്ന സമൂഹത്തിനെതിരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക. അതെ. ഈ സീൻ മുഴുവനായി നോക്കിയാൽ അത് വ്യക്തിപരമായ ആഗ്രഹങ്ങളും, അതായത് പേഴ്സണൽ ഡിസയേഴ്സും, സമൂഹത്തിന്റെ പ്രതീക്ഷകളും, സൊസൈറ്റിയൽ എക്സ്പെക്ടേഷൻസും തമ്മിലുള്ള ഒരു പോരാട്ടത്തിന്റെ തുടക്കമാണ്. ശരിയാണ്. വെൽഡൺ അക്കാദമി പ്രതിനിധീകരിക്കുന്നത് ഒരുപക്ഷെ നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തെ തന്നെയാണ്. ഇവിടെ പലപ്പോഴും നമ്മളെ ഒരേ അച്ചിൽ വാർത്തെടുക്കാൻ ശ്രമിക്കാറില്ലേ? തീർച്ചയായും. ഒന്നുകിൽ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ മെഡിസിൻ, അതുമല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ജോലി. അതിനപ്പുറം പാട്ടോ ഡാൻസോ സിനിമയോ എഴുത്തോ ഒക്കെ പാഷനായി കൊണ്ടു നടന്നാല് അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ?
സ്റ്റേബിളായ ഒരു ജോലി നോക്ക് എന്ന് ഉപദേശിക്കാൻ 100 പേരുണ്ടാവും. വളരെ ശരിയാണ്. ആ പ്രിച്ചാർഡിന്റെ ഇൻട്രൊഡക്ഷൻ പോലെയാണ് പലപ്പോഴും സമൂഹത്തിന്റെ ഈ അലിഖിത നിയമങ്ങൾ. അതെ. അതിന്റെ യുക്തിയെ ചോദ്യം ചെയ്യാനും അത് നമ്മളെ ശ്വാസം മുട്ടിക്കുന്നുണ്ടെങ്കിൽ അതിനെ കീറിക്കളയാനുമുള്ള ഒരു ധൈര്യമാണ് കീറ്റിംഗ് ആ കുട്ടികൾക്ക് പകർന്നു നൽകാൻ ശ്രമിച്ചത്. അത് പുസ്തകത്തിന്റെ പേജ് കീറുന്നതിലൂടെ വളരെ സിംബോളിക്കായിട്ട് കാണിച്ചു തന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾ ആവശ്യപ്പെട്ട ഈ റിപ്പീറ്റ് ഔട്ട് രംഗം വെറും ഒരു സിനിമാറ്റിക് ഗിമ്മിക്കോ അല്ലെങ്കിൽ ഒരു ടീച്ചറുടെ വിചിത്രമായ പ്രകടനമോ അല്ല. അത് വിദ്യാഭ്യാസത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമുള്ള പരമ്പരാഗത ചിന്തകളെ ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. സ്വന്തമായി ചിന്തിക്കാനും നിയമങ്ങളുടെയും മാർക്കുകളുടെയും ലോകത്തിനപ്പുറം കലയുടെയും മനുഷ്യന്റെ ആന്തരിക ചോദനകളുടെയും ആ പാഷന്റെയും വില മനസ്സിലാക്കാനും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ, നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്, എന്തിനാണ് ജീവിക്കുന്നത്? വെറും ഉഴപ്പൻ ചോദ്യങ്ങളായിട്ട് തള്ളിക്കളയാതെ ഇത്തരം ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ടതിന്റെ ആവശ്യകത ഈ രംഗം കാണിച്ചു തരുന്നു. ശരിയാണ്. വെറുതെ ടെക്സ്റ്റ് ബുക്കിലെ വിവരങ്ങൾ ഗ്രാഫാക്കി മാറ്റിയാൽ മതിയോ? അതോ കീറ്റിംഗ് പറഞ്ഞ പോലെ വാക്കുകളെയും ആശയങ്ങളെയും ജീവിതത്തെയും രുചിച്ചറിഞ്ഞ് ജീവിക്കണോ എന്നതാണ് ആത്യന്തികമായ ചോദ്യം. അതെ. ആ കേറിക്കളഞ്ഞ പേജുകൾ ഒരുപക്ഷെ നമ്മുടെ എല്ലാം ഉള്ളിൽ മാറ്റിവെച്ച, അല്ലെങ്കിൽ പേടിച്ച് പുറത്തെടുക്കാത്ത ചില സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ ഒക്കെയാവാം. ശരിയാണ്. അപ്പോ ഈ ചർച്ച കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളോടാണ് ഞങ്ങളുടെ അടുത്ത ചോദ്യം. അതെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. കീറ്റിംഗ് പറയുന്ന ഈ സ്വന്തം വേർഡ്സ്, അഥവാ സ്വന്തം ശബ്ദം, സ്വന്തം ജീവിതപാത കണ്ടെത്താൻ ഇന്നത്തെ നമ്മുടെ കോളേജ് പഠനരീതികൾ, ഈ സിലബസുകൾ, പരീക്ഷാ സമ്പ്രദായങ്ങൾ, എന്തിന് നമ്മുടെ അധ്യാപകരും സമൂഹവും മാതാപിതാക്കളുമൊക്കെ എത്രത്തോളം നിങ്ങളെ സഹായിക്കുന്നുണ്ട്? അതോ നിങ്ങളറിയാതെ നിങ്ങളും ആ പൈപ്പ് ലൈനിങ് ജോലി തന്നെയാണോ ക്ലാസ് റൂമിലിരുന്ന് ചെയ്യുന്നത്? നിയമങ്ങൾ പഠിക്കുന്നു, പരീക്ഷ എഴുതുന്നു, റിസൾട്ടിനു വേണ്ടി കാത്തിരിക്കുന്നു, അടുത്ത സെമസ്റ്ററിന് തയ്യാറെടുക്കുന്നു. ശരിയാണ്. ഈ സൈക്കിളിനിടയിൽ നിങ്ങളുടെ യഥാർത്ഥ വേഴ്സ് എവിടെയാണ്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഉത്തരം കണ്ടെത്തേണ്ടത് നിങ്ങൾ തന്നെയാണ്. അതെ. എന്തായാലും ഈ സിനിമയും ഈ പ്രത്യേക രംഗവും നിങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ഒന്നുകൂടി ആഴത്തിൽ സംസാരിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ഇത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. കണ്ടവരാണെങ്കിൽ ഈയൊരു കാഴ്ചപ്പാടിൽ ഒന്നുകൂടി കണ്ടുനോക്കുക. തീർച്ചയായും. ചിന്തിക്കാനും ചർച്ച ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. ഇന്നത്തെ ഈ സംഭാഷണം നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. അതെ. അപ്പം മറ്റൊരു വിഷയവുമായി അടുത്ത തവണ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.